എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിൻ്റെ പുതിയ ട്രെയിനർ വന്നു. അയാൾ നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു ട്രെയിനിങ് തുടർന്നോളൂ, യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ ആരോടും പക്ഷാഭേദമൊന്നും കാണിക്കാറില്ല, പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ കാര്യം സേഫായി. പിന്നീട് നമ്മൾ ദേവയാനി കാണിക്കുന്നുണ്ട്. ദേവയാനി കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് അങ്ങോട്ട് ചെന്നേക്കുവാണ്. അന്നേരം ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പം കനക പറയുന്നുണ്ട്, വേറെ ആര് ഈ തെറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, ആ അഭി ആണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും സഹിക്കായിരുന്നു, പക്ഷേ ആദർശ് ഇത് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തൊട്ട് കരയാതെ കിടന്നുറങ്ങുന്ന ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് കേട്ട് കഴിയുമ്പം എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുമോ എന്നറിയത്തില്ല. ഏതായാലും അവിടെ നിൽപ്പുണ്ട് ദേവയാനി. ഈ സമയം നവ്യനെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ജലജ പറയുവാണ്, മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ മകളല്ലേ ചന്തു, അപ്പം അതിൻ്റെ പ്രൗഢിയിൽ തന്നെ പിറന്നാൾ ആഘോഷമൊക്കെ നടത്തണ്ടേ. നിൻ്റെ മകൻ്റെ കാര്യം നീ ഒന്ന് ഓർത്ത് നോക്കി. നിൻ്റെ മകൻ്റെ അച്ഛനായ അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല, അത്രേ വിലയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നവ്യയ്ക്ക്. നവ്യ ദേഷ്യപ്പെട്ട് വരുന്നു. അന്നേരം നയനയാണ് ചന്തുമോളെ കൊണ്ട് നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. നാളെ പൊരിഞ്ഞടി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.